ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം. അന്ന് ദെബോരയും അബീനോവാമിന്റെ മകനായ ബാരാക്കും പാട്ടുപാടിയതെന്നാൽ, നായകന്മാർ ഇസ്രയേലിനെ നയിച്ചതിനും ജനം സ്വമേധ സേവിച്ചതിനും യഹോവയെ വാഴ്ത്തുവിൻ. രാജാക്കന്മാരെ കേൾപ്പിൻ, പ്രഭുക്കന്മാരെ ചെവി തരുവിൻ. ഞാൻ പാടും, യഹോവയ്ക്ക് ഞാൻ പാടും. ഇസ്രയേലിൽ ദൈവമായ യഹോവയ്ക്ക് കീർത്തനം ചെയ്യും. യഹോവേ, നീ സേയീരിൽ നിന്ന് പുറപ്പെടുകയിൽ, ഏദോമി ദേശത്തുകൂടി നീ നടകൊള്ളുകയിൽ, ഭൂമി കുലുങ്ങി, ആകാശം പൊഴിഞ്ഞു, മേഘങ്ങൾ വെള്ളം ചൊരിഞ്ഞു. യഹോവ സന്നിധിയിൽ മലകൾ കുലുങ്ങി. ഇസ്രയേലിൽ ദൈവമായ യഹോവയ്ക്ക് മുമ്പിൽ ആ സീനായി തന്നെ. അനാത്തിൻ പുത്രനാം ശങ്കരൻ നാളിലും യായേരിൻ കാലത്തും പാതകൾ ശൂന്യമായി, വഴിപോക്കർ വളഞ്ഞ വഴികളിൽ നടന്നു. ദെബോരയായി ഞാൻ എഴുന്നേൽക്കും വരെ, ഇസ്രയേലിൽ മാതാവായി എഴുന്നേൽക്കും വരെ, നായകന്മാർ ഇസ്രയേലിൽ അശേഷം അറ്റുപോയിരുന്നു. അവർ നൂതന ദേവന്മാരെ വരിച്ചു. ഗോപുരദ്വാരത്തിങ്കൽ യുദ്ധം ഭവിച്ചു. ഇസ്രയേലിന് 40,000 മധ്യേ പരിചയും കുന്തവും കണ്ടതേയില്ല. എന്റെ ഹൃദയം ഇസ്രയേൽ നായകന്മാരോട് പറ്റുന്നു. ജനത്തിലെ സ്വമേധാ സേവകരെ, യഹോവയെ വാഴ്ത്തുവിൻ. വെള്ളക്കഴുതപ്പുറത്തു കയറുന്നവരെ, പരവതാനികളിൽ ഇരിക്കുന്നവരെ, കാൽനടയായി പോകുന്നവരെ വർണ്ണിപ്പിൻ. വില്ലാളികളുടെ ഞാണൊലിയോടകലെ നീർപ്പാത്തിക്കിടയിൽ, അവിടെ അവർ യഹോവയുടെ നീതികളെ, ഇസ്രയേലിലെ ഭരണനീതികളെ കഥിക്കും. യഹോവയുടെ ജനം അന്ന് ഗോപുരദ്വാരത്തിങ്കൽ ചെന്നു. ഉണരുക, ഉണരുക, ദെബോരയെ ഉണരുക, ഉണർന്ന് പാട്ടുപാടുക. എഴുന്നേൽക്ക ബാരാക്കെ, അബീനോവാത്മജ, നിന്റെ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോക. അന്ന് ശ്രേഷ്ഠന്മാരുടെ ശിഷ്ടവും പടജനവും ഇറങ്ങി വന്നു. വീരന്മാരുടെ മധ്യേ യഹോവയും എനിക്കായി ഇറങ്ങി വന്നു. എഫ്രയീമിൽ നിന്ന് അമാലേക്കിൽ വേരുള്ളവനും, ബെന്യാമീനെ, നിന്റെ പിന്നാലെ നിന്റെ ജനസമൂഹത്തിൻ മാഗീരിൽ നിന്ന് അധിപന്മാരും, സെബൂലൂനിൽ നിന്ന് നായകദണ്ഡധാരികളും വന്നു. ഇസാഖാർ പ്രഭുക്കന്മാർ ദെബോരയോടുകൂടെ, ഇസാഖാർ എന്ന പോലെ ബാരാക്കും താഴ്വരയിൽ അവനോടുകൂടി ചാടിപ്പുറപ്പെട്ടു. രൂബേന്റെ നീർച്ചാലുകൾക്കരികെ ഘനമേറിയ മനോനിർണയങ്ങളുണ്ടായി. ആട്ടിൻകൂട്ടങ്ങൾക്കരികെ കുഴലൂത്ത് കേൾപ്പാൻ നീ തൊഴുത്തുകൾക്കിടയിൽ പാർക്കുന്നതെന്ത്? രൂബേന്റെ നീർച്ചാലുകൾക്കരികെ ഘനമേറിയ മനോനിർണയങ്ങൾ ഉണ്ടായി. ഗിലെയാദ് യോർദാനക്കരെ പാർത്തു. ദാൻ കപ്പലുകൾക്കരികെ താമസിക്കുന്നതെന്ത്? ആശേർ സമുദ്രതീരത്ത് അനങ്ങാതിരുന്ന് തുറമുഖങ്ങൾക്കകത്ത് പാർത്തുകൊണ്ടിരുന്നു. സെബൂലൂൻ പ്രാണനെ ത്യജിച്ച ജനം. നഫ്താലി പോർക്കളമേടുകളിൽ തന്നെ. രാജാക്കന്മാർ വന്നു പൊരുതു. താനാക്കിൽ വെച്ച് മെഗിദോ വെള്ളത്തിനരികെ കനാന്യ ഭൂപന്മാർ അന്ന് പൊരുതു. വെള്ളിയങ്ങൾക്ക് കൊള്ളയായില്ല. ആകാശത്തുനിന്ന് നക്ഷത്രങ്ങൾ പൊരുതു. അവ സീസരയുമായി സ്വഗതികളിൽ പൊരുതു. കീശോൻ തോട്, പുരാതന നദിയാം കീശോൻ തോട്, തള്ളിയങ്ങവരെ ഒഴുക്കിക്കൊണ്ടുപോയി. എൻ മനമേ, നീ ബലത്തോടെ നടകൊള്ളുക. അന്ന് വൽഗിതത്താൽ, ശൂർവൽഗിതത്താൽ കുതിരക്കുളമ്പുകൾ ഘട്ടകം ചെയ്തു. മേരോസ് നഗരത്തെ ശപിച്ചുകൊള്ളുവിൻ, അതിൻ നിവാസികളെ ഉഗ്രമായി ശപിപ്പിൻ എന്ന് യഹോവ ദൂതൻ അരുളി ചെയ്തു. അവർ യഹോവയ്ക്ക് തുണയായി വന്നില്ലല്ലോ. ശൂരന്മാർക്കെതിരെ യഹോവയ്ക്ക് തുണയായി തന്നെ. കേന്യരാം ഹേബേരിൻ ഭാര്യയാം യായേലോ, നാരീജനത്തിന് അനുഗ്രഹം ലഭിച്ചവൾ, കൂടാരവാസിനീ ജനത്തിൽ അനുഗ്രഹം ലഭിച്ചവൾ. തണ്ണീർ അവൻ ചോദിച്ചു, പാൽ അവൾ കൊടുത്തു. രാജകീയ പാത്രത്തിൽ അവൾ ക്ഷീരം കൊടുത്തു. കുറ്റിയെടുപ്പാൻ അവൾ കൈനീട്ടി. തൻ്റെ വലങ്കൈ പണിക്കാരുടെ ചുറ്റികയ്ക്ക് നീട്ടി. സീസരയെ തല്ലി അവൻ്റെ തല തകർത്ത് അവൻ്റെ ചെന്നി കുത്തിത്തുളച്ചു. അവളുടെ കാൽക്കൽ അവൻ കുനിഞ്ഞു നിന്നു. അവളുടെ കാൽക്കൽ അവൻ കുനിഞ്ഞു വീണ് കിടന്നു. കുനിഞ്ഞെടുത്തു തന്നെ അവൻ ചത്തുകിടന്നു. സീസരയുടെ അമ്മ കിളിവാതിലുകളിലൂടെ കുനിഞ്ഞു നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. ജാലകത്തൂടെ വിളിച്ചു പറഞ്ഞത്, അവന്റെ തേർ വരുവാൻ വൈകുന്നതെന്ത്? രഥചത്രങ്ങൾക്ക് താമസമെന്ത്? ജ്ഞാനമേറിയ നായികമാർ അതിനുത്തരം പറഞ്ഞു. താനും തന്നോടുകൂടെ മറുപടി ആവർത്തിച്ചു, കിട്ടിയ കൊള്ള അവർ പങ്കിട്ടെടുക്കുകയില്ലയോ? ഓരോ പുരുഷന് 1 2 പെണ്ണുങ്ങൾ. സീസരയ്ക്ക് കൊള്ള വിചിത്ര വസ്ത്രം, വിചിത്ര തയ്യലായി കൊള്ളയും കൂടെ. കൊള്ളക്കാരുടെ കഴുത്തിൽ വിചിത്ര ശീല ഈ 2 കാണും. യഹോവേ, നിന്റെ ശത്രുക്കളൊക്കെയും ഇവണ്ണം നശിക്കട്ടെ. അവനെ സ്നേഹിക്കുന്നവരോ സൂര്യൻ പ്രതാപത്തോടെ ഉദിക്കുന്നത് പോലെ തന്നെ. പിന്നെ ദേശത്തിന്
40 സംവത്സരം സ്വസ്ഥതയുണ്ടായി. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ 7 സംവത്സരം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. മിദ്യാൻ ഇസ്രായേലിന്മേൽ ആധിക്യം പ്രാപിച്ചു. ഇസ്രായേൽ മക്കൾ മിദ്യാനരുടെ നിമിത്തം പർവ്വതങ്ങളിലെ ഗഹുരങ്ങളും ഗുഹകളും ദുർഗങ്ങളും ശരണമാക്കി. ഇസ്രായേൽ വിതച്ചിരിക്കുമ്പോൾ മിദ്യാനരും അമാലേക്കരും കിഴക്കുദേശക്കാരും അവരുടെ നേരെ വരും. അവർ അവർക്ക് വിരോധമായി പാളയമിറങ്ങി ഗസ വരെ നാട്ടിലെ വിള നശിപ്പിക്കും. ഇസ്രായേലിന് ആഹാരമോ ആടോ മാടോ കഴുതയോ ഒന്നും ശേഷിപ്പിക്കുകയില്ല. അവർ തങ്ങളുടെ കന്നുകാലികളും കൂടാരങ്ങളുമായി പുറപ്പെട്ട് വെട്ടുക്കിളിയെപ്പോലെ കൂട്ടമായി വരും. അവരും അവരുടെ ഒട്ടകങ്ങളും അസംഖ്യമായിരുന്നു. അവർ ദേശത്ത് കിടന്ന് നാശം ചെയ്യും. ഇങ്ങനെ മിദ്യാന്യരാർ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. ഇസ്രായേൽ മക്കൾ മിദ്യാന്യരുടെ നിമിത്തം യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ ഒരു പ്രവാചകനെ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ അയച്ചു. അവൻ അവരോട് പറഞ്ഞത്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ നിങ്ങളെ മിസ്രയീമിൽ നിന്നും പുറപ്പെടുവിച്ച് അടിമ വീട്ടിൽ നിന്നും നിങ്ങളെ കൊണ്ടുവന്നു. മിസ്രയീമ്യരുടെ കയ്യിൽ നിന്നും നിങ്ങളെ പീഡിപ്പിച്ചു എല്ലാവരുടെയും കയ്യിൽ നിന്നും ഞാൻ നിങ്ങളെ വിടുവിച്ച് അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അവരുടെ ദേശം നിങ്ങൾക്ക് തന്നു. യഹോവയായ ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നുവെന്നും നിങ്ങൾ പാർക്കുന്ന ദേശത്തുള്ള അമോര്യരുടെ ദേവന്മാരെ ഭജിക്കരുത് എന്നും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചു. നിങ്ങളോ എൻ്റെ വാക്ക് കേട്ടില്ല. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഒഫ്രയിൽ അബിയേസ്രയായ യോവാശിന്റെ കരുവേലകത്തിന് കീഴെ ഇരുന്നു. അവന്റെ മകനായ ഗദയോൻ ഗോതമ്പ് മിദ്യാനരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുകയായിരുന്നു. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി. അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്നവനോട് പറഞ്ഞു. ഗദയോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഭവിക്കുന്നത് എന്ത്? യഹോവ നമ്മെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവൻ്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ചു മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ബലത്തോടെ പോക, നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. അവൻ അവനോട്, അയ്യോ കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? മനശ്ശെയിൽ എൻ്റെ കുലം എളിയതും എൻ്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമല്ലോ എന്ന് പറഞ്ഞു. യഹോവ അവനോട്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ മിദ്യാന്യരെ ഒരു ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും എന്ന് കൽപ്പിച്ചു. അതിനവൻ, നിനക്കെന്നോട് കൃപയുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കുന്നത് നീ തന്നെ എന്നതിന് ഒരടയാളം കാണിച്ചു തരണമേ. ഞാൻ പോയി എൻ്റെ വഴിപാട് കൊണ്ടുവന്ന് നിന്റെ മുമ്പാകെ വയ്ക്കുവോളം ഇവിടെ നിന്ന് പോകരുതേ എന്നവനോട് പറഞ്ഞു. നീ മടങ്ങി വരുവോളം ഞാൻ താമസിക്കാം എന്നവൻ അരുളി ചെയ്തു. അങ്ങനെ ഗദയോൻ ചെന്ന് ഒരു കോലാട്ടിൻ കുട്ടിയെയും ഒരു പറ മാവ് കൊണ്ട് പുളിപ്പില്ലാത്ത വടകളെയും ഉണ്ടാക്കി മാംസം ഒരു കൊട്ടയിൽ വെച്ച് ചാറൊരു കിണ്ണത്തിൽ പകർന്ന് കരുവേലകത്തിന് കീഴെ കൊണ്ടുവന്നു അവന് മുമ്പിൽ വെച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ അവനോട്, മാംസവും പുളിപ്പില്ലാത്ത വടകളും എടുത്ത് ഈ പാറമേൽ വെച്ച് ചാർ അതിന്മേൽ ഒഴിക്ക എന്ന് കൽപ്പിച്ചു. അവൻ അങ്ങനെ ചെയ്തു. യഹോവയുടെ ദൂതൻ കയ്യിലുള്ള വടിയുടെ അറ്റം കൊണ്ട് മാംസവും പുളിപ്പില്ലാത്ത വടയും തൊട്ടു. ഉടനെ പാറയിൽ നിന്ന് തീ പുറപ്പെട്ട് മാംസവും പുളിപ്പില്ലാത്ത വടയും ദഹിപ്പിച്ചു. യഹോവയുടെ ദൂതൻ അവൻ്റെ കണ്ണിന് മറഞ്ഞു. അവൻ യഹോവയുടെ ദൂതൻ എന്ന് ഗദയോൻ കണ്ടപ്പോൾ, അയ്യോ ദൈവമായ യഹോവേ, ഞാൻ യഹോവയുടെ ദൂതനെ അഭിമുഖമായി കണ്ടുപോയല്ലോ എന്ന് പറഞ്ഞു. യഹോവ അവനോട്, നിനക്ക് സമാധാനം, ഭയപ്പെടേണ്ട, നീ മരിക്കയില്ല എന്ന് അരുളി ചെയ്തു. ഗദയോൻ അവിടെ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു. അതിന് യഹോവ ഷാലൂം എന്ന് പേരിട്ടു. അത് ഇന്നുവരെയും അബിയേസ്രക്കുള്ള ഒഫ്രയിലുണ്ട്. അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്, നിന്റെ അപ്പൻ്റെ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുചെന്ന് നിന്റെ അപ്പനുള്ള ബാലിൻ ബലിപീഠം ഇടിച്ച് അതിനരികെയുള്ള അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളക. ഈ ദുർഗത്തിൻ്റെ മുകളിൽ നിന്റെ ദൈവമായ യഹോവയ്ക്ക് നിയമപ്രകാരം ഈ യാഗപീഠം പണിത് ആ രണ്ടാമത്തെ കാളയെ എടുത്ത് നീ വെട്ടിക്കളയുന്ന അശേര പ്രതിഷ്ഠയുടെ വിറകുകൊണ്ട് ഹോമയാഗം കഴിക്കാം. ഗദയോൻ തൻ്റെ വേലക്കാരിൽ 10 പേരെ കൂട്ടി യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. എന്നാൽ അവൻ തൻ്റെ കുടുംബക്കാരെയും പട്ടണക്കാരെയും പേടിച്ചിട്ട് പകൽ സമയത്ത് അത് ചെയ്യാതെ രാത്രിയിൽ ചെയ്തു. പട്ടണക്കാർ രാവിലെ എഴുന്നേറ്റപ്പോൾ
ബാലിൻ്റെ ബലിപീഠം ഇടിഞ്ഞു കിടക്കുന്നത് കണ്ട് അതിനരികെയുള്ള അശേര പ്രതിഷ്ഠയും വെട്ടിക്കളഞ്ഞിരിക്കുന്നതും പണിതിരിക്കുന്ന യാഗപീഠത്തിങ്കൽ ആ രണ്ടാമത്തെ കാളയെ യാഗം കഴിച്ചിരിക്കുന്നതും കണ്ടു. ഇത് ചെയ്തതാരെന്ന് അവർ തമ്മിൽ ചോദിച്ചു. അന്വേഷണം കഴിച്ചപ്പോൾ യോവാശിന്റെ മകനായ ഗിദെയോൻ ആകുന്നു ചെയ്തത് എന്ന് കേട്ടു. പട്ടണക്കാർ യോവാശിനോട്, നിന്റെ മകനെ പുറത്തു കൊണ്ടുവരിക, അവൻ മരിക്കണം, അവൻ ബാലിന്റെ ബലിപീഠം ഇടിച്ച് അതിനരികത്ത് ഉണ്ടായിരുന്ന അശേര പ്രതിഷ്ഠയും വെട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. യോവാശ് തൻ്റെ ചുറ്റും നിൽക്കുന്ന എല്ലാവരോടും പറഞ്ഞത്, ബാലിനു വേണ്ടി നിങ്ങളോ വ്യവഹരിക്കുന്നത്? നിങ്ങളോ അവനെ രക്ഷിക്കുന്നത്? അവനു വേണ്ടി വ്യവഹരിക്കുന്നവൻ ഇന്ന് രാവിലെ തന്നെ മരിക്കണം. അവനൊരു ദൈവമെങ്കിൽ തൻ്റെ ബലിപീഠം ഒരുത്തൻ ഇടിച്ചു കളഞ്ഞതുകൊണ്ട് താൻ തന്നെ തൻ്റെ കാര്യം വ്യവഹരിക്കട്ടെ. ഇവൻ അവൻ്റെ ബലിപീഠം ഇടിച്ചു കളഞ്ഞതിനാൽ ബാൽ ഇവൻ്റെ നേരെ വ്യവഹരിക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ അന്ന് യെരുബാൽ എന്ന് പേരിട്ടു. അനന്തരം മിദ്യാനരും അമാലേക്കരും കിഴക്കുദേശക്കാർ എല്ലാവരും ഒരുമിച്ചു കൂടി ഇക്കരെ കടന്ന് ഇസ്രയേൽ താഴ്വരയിൽ പാളയമിറങ്ങി. അപ്പോൾ യഹോവയുടെ ആത്മാവ് ഗിദെയോന്റെ മേൽ വന്നു. അവൻ കാഹളമൂതി അബിയേസ്രരെ തൻ്റെ അടുക്കൽ വിളിച്ചുകൂട്ടി. അവൻ മനശ്ശയിൽ എല്ലായിടവും ദൂതന്മാരെ അയച്ചു. അവരെയും തൻ്റെ അടുക്കൽ വിളിച്ചുകൂട്ടി. അശേരിൻ്റെയും സെബൂലിൻ്റെയും നഫ്താലിയുടെയും അടുക്കൽ ദൂതന്മാരെ അയച്ചു. അവരും പുറപ്പെട്ടു വന്നു അവരോട് ചേർന്നു. അപ്പോൾ ഗിദെയോൻ ദൈവത്തോട്, നീ അരുളി ചെയ്തതുപോലെ ഇസ്രയേലിനെ എൻ്റെ കൈയാൽ രക്ഷിക്കുമെങ്കിൽ ഇതാ, ഞാൻ രോമമുള്ളൊരാട്ടിൻ തോൽ കളത്തിൽ നിവർത്തിയിടുന്നു. മഞ്ഞ് തോലിന്മേൽ മാത്രം ഇരിക്കുകയും നിലമൊക്കെയും ഉണങ്ങിയിരിക്കുകയും ചെയ്താൽ നീ അരുളി ചെയ്തതുപോലെ ഇസ്രയേലിനെ എൻ്റെ കൈയാൽ രക്ഷിക്കുമെന്ന് ഞാൻ അറിയും എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ സംഭവിച്ചു. അവൻ പിറ്റേന്ന് അധികാലത്ത് എഴുന്നേറ്റ് തോൽ പിഴിഞ്ഞു മഞ്ഞുവെള്ളം ഒരു കിണ്ടി നിറച്ച് എടുത്തു. ഗിദെയോൻ പിന്നെയും ദൈവത്തോട്, നിന്റെ കോപം എൻ്റെ നേരെ ജ്വലിക്കരുതേ, ഞാൻ ഒരിക്കൽ കൂടി സംസാരിച്ചു കൊള്ളട്ടെ. തോൽ കൊണ്ട് ഒരു പരീക്ഷ കൂടി കഴിച്ചു കൊള്ളട്ടെ. തോൽ മാത്രം ഉണങ്ങിയും നിലമൊക്കെയും മഞ്ഞുകൊണ്ട് നനഞ്ഞു മെരിപ്പാൻ അരുളേണമേ എന്ന് പറഞ്ഞു. അന്ന് രാത്രി ദൈവം അങ്ങനെ ചെയ്തു. തോൽ മാത്രം ഉണങ്ങിയും നിലമൊക്കെയും മഞ്ഞുകൊണ്ട് നനഞ്ഞുമിരുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം. അനന്തരം ഗിദെയോൻ എന്ന യെരുബാലും അവനോട് കൂടിയുള്ള ജനമൊക്കെയും അധികാലത്ത് പുറപ്പെട്ട് ഹരോദ് ഉറവിനരികെ പാളയമിറങ്ങി. മിദ്യാന്യരുടെ പാളയമോ അവർക്ക് വടക്ക് മോരെ കുന്നിനരികെ താഴ്വരയിൽ ആയിരുന്നു. യഹോവ ഗിദെയോനോട്, നിന്നോട് കൂടെയുള്ള ജനം അധികമാകുന്നു, എൻ്റെ കൈ എന്നെ രക്ഷിച്ചു എന്ന് ഇസ്രയേൽ എൻ്റെ നേരെ വമ്പു പറയാതിരിക്കേണ്ടതിന് ഞാൻ മിദ്യാന്യരെ ഇവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയില്ല. ആകയാൽ ചെന്ന് ആർക്കെങ്കിലും ഭയവും ഭീരുതയും ഉണ്ടെങ്കിൽ അവർ ഗിലെയാദ് പർവ്വതത്തിൽ നിന്ന് മടങ്ങിപ്പോയിക്കൊള്ളട്ടെ എന്ന് ജനത്തിൽ പ്രസിദ്ധപ്പെടുത്തുക എന്ന് കൽപ്പിച്ചു. എന്നാറേ ജനത്തിൽ 20,000 പേർ മടങ്ങിപ്പോയി, 10,000 പേർ ശേഷിച്ചു. യഹോവ പിന്നെയും ഗിദെയോനോട്, ജനം ഇനിയും അധികമാകുന്നു, അവരെ വെള്ളത്തിങ്കിലേക്ക് കൊണ്ടുപോക, അവിടെ വെച്ച് ഞാൻ അവരെ പരിശോധിച്ച് തരാം. ഇവൻ നിന്നോടുകൂടെ പോരട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരട്ടെ, ഇവൻ നിന്നോടുകൂടെ പോരണ്ട എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരണ്ട എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവൻ ജനത്തെ വെള്ളത്തിങ്കിലേക്ക് കൊണ്ടുപോയി. യഹോവ ഗിദെയോനോട്, പട്ടി നക്കി കുടിക്കും പോലെ നാവുകൊണ്ട് വെള്ളം നക്കി കുടിക്കുന്നവരൊക്കെയും വേറെയും കുടിപ്പാൻ മുട്ടുകുത്തി കുനിയുന്നവരൊക്കെയും വേറെയും നിർത്തുക എന്ന് കൽപ്പിച്ചു. കൈ വായ്ക്ക് വെച്ച് നക്കിക്കുടിച്ചവർ ആകെ 300 പേരായിരുന്നു. ശേഷം ജനമൊക്കെയും വെള്ളം കുടിപ്പാൻ മുട്ടുകുത്തി കുനിഞ്ഞു. യഹോവ ഗിദെയോനോട്, നക്കിക്കുടിച്ച 300 പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ രക്ഷിച്ച് മിദ്യാന്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ശേഷം ജനമൊക്കെയും താന്താങ്ങളുടെ സ്ഥലത്തേക്ക് പോകട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ ജനത്തിൻ്റെ ഭക്ഷണ സാധനങ്ങളും കാഹളങ്ങളും വാങ്ങി. ശേഷം ഇസ്രയേലിലൊക്കെയും അവൻ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും ആ 300 പേരെ നിർത്തുകയും ചെയ്തു. എന്നാൽ മിദ്യാന്യരുടെ പാളയം താഴെ സമഭൂമിയിലായിരുന്നു. അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്, എഴുന്നേറ്റ് പാളയത്തിന് നേരെ ഇറങ്ങിച്ചൊല്ലുക, ഞാൻ അത് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഇറങ്ങിച്ചൊല്ലുവാൻ നിനക്ക് പേടിയുണ്ടെങ്കിൽ നീയും നിന്റെ ബാല്യക്കാരനായ പൂരയും കൂടെ പാളയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക. എന്നാൽ അവർ സംസാരിക്കുന്നത് എന്തെന്ന് നീ കേൾക്കും. അതിനുശേഷം പാളയത്തിൻ്റെ നേരെ ഇറങ്ങിച്ചെല്ലുവാൻ നിനക്ക് ധൈര്യം വരും. അങ്ങനെ അവനും അവൻ്റെ ബാല്യക്കാരനായ പൂരയും പാളയത്തിൽ ആയുധങ്ങളുടെയും സമീപത്തോളം ഇറങ്ങിച്ചെന്നു. എന്നാൽ മിദ്യാന്യരും അമാലേക്കരും കിഴക്ക് ദേശക്കാരൊക്കെയും വെട്ടുക്കിളി എന്ന പോലെ അസംഖ്യമായി താഴ്വരയിൽ കിടന്നിരുന്നു.
അവരുടെ ഒട്ടകങ്ങളും കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യം ആയിരുന്നു. ഗിദെയോൻ ചെല്ലുമ്പോൾ ഒരുത്തൻ മറ്റൊരുത്തനോട് ഒരു സ്വപ്നം വിവരിക്കുകയായിരുന്നു. ഞാനൊരു സ്വപ്നം കണ്ടു. ഒരു യവയപ്പം മിദ്യാന്യരുടെ പാളയത്തിലേക്ക് ഉരുണ്ടുവന്ന് കൂടാരം വരെ എത്തി അതിനെ തള്ളി മറിച്ചിട്ട് അങ്ങനെ കൂടാരം വീണ് കിടന്നു എന്ന് പറഞ്ഞു. അതിന് മറ്റവൻ, ഇത് യോവാശിന്റെ മകനായ ഗിദെയോൻ എന്ന ഇസ്രയേലിന്റെ വാളല്ലാതെ മറ്റൊന്നുമല്ല. ദൈവം മിദ്യാനിനെയും ഈ പാളയത്തെയൊക്കെയും അവന്റെ കയ്യിലേൽപ്പിച്ചിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. ഗിദെയോൻ സ്വപ്നവും പൊരുളും കേട്ടപ്പോൾ നമസ്കരിച്ചു. ഇസ്രയേലിന്റെ പാളയത്തിൽ മടങ്ങിച്ചെന്ന്, എഴുന്നേൽപ്പിൻ, യഹോവ മിദ്യാന്റെ പാളയത്തെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അനന്തരം അവൻ ആ 300 പേരെ 3 കൂട്ടമായി വിഭാഗിച്ചു. ഓരോരുത്തരുടെ കയ്യിൽ ഓരോ കാഹളവും വെറും കുടവും കുടത്തിനകത്ത് ഓരോ പന്തവും കൊടുത്തു. അവരോട് പറഞ്ഞത്, ഞാൻ ചെയ്യുന്നത് നോക്കി അതുപോലെ ചെയ്യുവിൻ. പാളയത്തിന്റെ അറ്റത്ത് എത്തുമ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങളും ചെയ്യുവിൻ. ഞാനും എന്നോട് കൂടെയുള്ളവരും കാഹളമൂതുമ്പോൾ നിങ്ങളും പാളയത്തിന്റെ ചുറ്റും നിന്ന് കാഹളമൂതി യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി എന്ന് പറയുവിൻ. മധ്യാമത്തിൽ ആരംഭത്തിൽ അവർ കാവൽ മാറി നിർത്തിയ ഉടനെ ഗിദെയോനും കൂടെയുള്ള 100 പേരും പാളയത്തിന്റെ അറ്റത്ത് എത്തി കാഹളമൂതി കയ്യിലുണ്ടായിരുന്ന കുടങ്ങൾ ഉടച്ചു. 3 കൂട്ടവും കാഹളമൂതി കുടങ്ങൾ ഉടച്ചു. ഇടത്തു കൈയിൽ പന്തവും വലത്തു കൈയിൽ ഊതുവാൻ കാഹളവും പിടിച്ചു. യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി വാൾ എന്നാർത്തു. അവർ പാളയത്തിന് ചുറ്റും ഓരോരുത്തൻ താന്താന്റെ നിലയിൽ തന്നെ നിന്നു. പാളയമെല്ലാം പാച്ചൽ തുടങ്ങി. അവർ നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോയി. ആ 300 പേരും കാഹളമൂതിയപ്പോൾ യഹോവ പാളയത്തിലൊക്കെയും ഓരോരുത്തന്റെ വാൾ താന്താന്റെ കൂട്ടുകാരന്റെ നേരെ തിരിപ്പിച്ചു. സൈന്യം സെരേര വഴിയായി ബേശിത്താവരെയും തപ്പത്തിനരെയും ആബേൽ മെഹോലയുടെ അതിർവരെയും ഓടിപ്പോയി. ഇസ്രയേൽ നഫ്താലിൽ നിന്നും ആശേരിൽ നിന്നും മനശ്ശരിൽ നിന്നൊക്കെയും ഒരുമിച്ച് കൂടി മിദ്യാന്യരെ പിന്തുടർന്നു. ഗിദെയോൻ എഫ്രയീം മലനാട്ട് എല്ലായിടവും ദൂതന്മാരെ അയച്ചു. മിദ്യാന്യരുടെ നേരെ ഇറങ്ങിച്ചെന്ന് ബേത് ബാര വരെയുള്ള വെള്ളത്തെയും യോർദാനെയും അവർക്ക് മുമ്പേ കൈവശമാക്കിക്കൊള്ളുവിൻ എന്ന് പറയിച്ചു. അങ്ങനെ തന്നെ എഫ്രയീമ്യർ ഒരുമിച്ച് കൂടി ബേത് ബാര വരെയുള്ള വെള്ളവും യോർദാനും കൈവശമാക്കി. ഓരേബ് സേബ് എന്ന 2 മിദ്യാന പ്രഭുക്കന്മാരെ അവർ പിടിച്ചു. ഓരോബിനെ ഓരേബ് പാറമേലും സേബിനെ സേബ് മുന്തിരിച്ചക്കിനരികെയും വെച്ച് കൊന്നിട്ട് മിദ്യാനരെ പിന്തുടർന്നു. ഓരേബിനെയും സേബിനെയും തല യോർദാൻ അക്കരെ ഗിദെയോന്റെ അടുക്കൽ കൊണ്ടുവന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 8-ാം അധ്യായം. എന്നാൽ എഫ്രയീമ്യർ, നീ മിദ്യാന്യരോട് യുദ്ധം ചെയ്യുവാൻ പോയപ്പോൾ ഞങ്ങളെ വിളിക്കാത്തതെന്ത്? ഇങ്ങനെ ഞങ്ങളോട് ചെയ്യുവാൻ എന്തു സംഗതി എന്ന് പറഞ്ഞ് അവനോട് ഉഗ്രമായി വാദിച്ചു. അതിനവൻ, നിങ്ങളോട് ഒത്തുനോക്കിയാൽ ഞാൻ ഈ ചെയ്തത് എന്തുള്ളൂ? അബിയേസറിന്റെ മുന്തിരിയെടുപ്പിനേക്കാൾ എഫ്രയീമിന്റെ കാല പെറുക്കിയല്ലയോ നല്ലത്? നിങ്ങളുടെ കയ്യിലല്ലോ ദൈവം മിദ്യാന പ്രഭുക്കളായ ഓരാബിനെയും സേബിനെയും ഏൽപ്പിച്ചത്. നിങ്ങളോട് ഒത്തുനോക്കിയാൽ എന്നെക്കൊണ്ട് സാധിച്ചത് എന്തുള്ളൂ എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ അവർക്ക് അവനോടുള്ള കോപം ശമിച്ചു. അനന്തരം ഗിദെയോൻ യോർദാങ്കലെത്തി അവനും കൂടെയുള്ള 300 പേരും ക്ഷീണിച്ചിരുന്നിട്ടും അവരെ പിന്തുടരുവാൻ അക്കരെ കടന്നു. അവൻ സുക്കോത്തിലെ നിവാസികളോട്, എൻ്റെ കൂടെയുള്ള പടജനത്തിന് അപ്പം കൊടുക്കണമേ, അവർ ക്ഷീണിച്ചിരിക്കുന്നു. ഞാൻ മിദ്യാന രാജാക്കന്മാരായ സേബഹിനെയും സൽമുനെയും പിന്തുടരുകയായിരുന്നു എന്ന് പറഞ്ഞു. നിന്റെ സൈന്യത്തിന് ഞങ്ങൾ അപ്പം കൊടുക്കേണ്ടതിന് സേബഹിന്റെയും സൽമുന്നയുടെയും കൈകൾ നിന്റെ കക്ഷത്തിലാകുന്നുവോ എന്ന് സുക്കോത്തിലെ പ്രഭുക്കന്മാർ ചോദിച്ചു. അതിന് ഗിദെയോൻ, ആകട്ടെ, യഹോവ സേബഹിനെയും സൽമുന്നെയും എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ശേഷം ഞാൻ നിങ്ങളുടെ മാംസം കാട്ടിലെ മുള്ളുകൊണ്ടും പറക്കാര കൊണ്ടും തല്ലിക്കീറും എന്ന് പറഞ്ഞു. അവിടെ നിന്ന് അവൻ പെനുവേലിലേക്ക് ചെന്ന് അവരോടും അങ്ങനെ ചോദിച്ചു. സുക്കോത്ത് നിവാസികൾ ഉത്തരം പറഞ്ഞതുപോലെ തന്നെ പെനുവേൽ നിവാസികളും പറഞ്ഞു. അവൻ പെനുവേൽ നിവാസികളോട്, ഞാൻ സമാധാനത്തോടെ മടങ്ങി വരുമ്പോൾ ഈ ഗോപുരം ഇടിച്ചു കളയും എന്ന് പറഞ്ഞു. എന്നാൽ സേബുഹും സൽമുന്നയും അവരോട് കൂടെ കിഴക്ക് ദേശക്കാരുടെ സൈന്യത്തിൽ ശേഷിച്ചിരുന്ന ഏകദേശം 10,000 പേരായ അവരുടെ സൈന്യവും കൽക്കോരിൽ ആയിരുന്നു. വാളൂരി പിടിച്ചവരായ 120,000 പേർ വീണുപോയിരുന്നു. ഗിദെയോൻ നോബഹിനും യൊഖയ്ക്കും കിഴക്കുള്ള കൂടാരവാസികളുടെ വഴിയായി ചെന്ന് നിർഭയമായിരുന്ന ആ സൈന്യത്തെ തോൽപ്പിച്ചു. സേബുഹും സൽമുന്നയും ഓടിപ്പോയി. അവൻ അവരെ പിന്തുടർന്നു.
സേബഹ് സൽമുന്ന എന്ന 2 മിദ്യാൻ രാജാക്കന്മാരെയും പിടിച്ച് സൈന്യത്തെയൊക്കെയും പേടിപ്പിച്ചു ചിതറിച്ചു കളഞ്ഞു. അനന്തരം യോവാശിന്റെ മകനായ ഗിദെയോൻ യുദ്ധം കഴിഞ്ഞിട്ട് ഹേരസ് കയറ്റത്തിൽ നിന്ന് മടങ്ങി വരുമ്പോൾ സുക്കോത്ത് നിവാസികൾ ഒരു ബാല്യക്കാരനെ പിടിച്ച് അവനോട് അന്വേഷിച്ചു. അവൻ സുക്കോത്തിലെ പ്രഭുക്കന്മാരും മൂപ്പന്മാരുമായ 77 ആളുടെ പേർ അവന് എഴുതി കൊടുത്തു. അവൻ സുക്കോത്ത് നിവാസികളുടെ അടുക്കൽ ചെന്ന്, ക്ഷീണിച്ചിരിക്കുന്ന നിന്റെ ആളുകൾക്ക് ഞങ്ങൾ അപ്പം കൊടുക്കേണ്ടതിന് സേബഹിന്റെയും സൽമുന്നയുടെയും കൈകൾ നിന്റെ കക്ഷത്തിലാകുന്നുവോ എന്ന് നിങ്ങൾ എന്നെ ധിക്കരിച്ചു പറഞ്ഞ സേബഹും സൽമുന്നയും ഇതാ എന്ന് പറഞ്ഞു. അവൻ പട്ടണത്തിലെ മൂപ്പന്മാരെ പിടിച്ച് കാട്ടിലെ മുള്ളും പറക്കാരെയും കൊണ്ട് സുക്കോസ് നിവാസികളെ ബുദ്ധി പഠിപ്പിച്ചു. അവൻ പെനുവേലിലെ ഗോപുരം ഇടിച്ച് പട്ടണക്കാരെ കൊന്നുകളഞ്ഞു. പിന്നെ അവൻ സേബഹിനോടും സൽമുന്നയോടും, നിങ്ങൾ താബോരിൽ വെച്ച് കൊന്ന പുരുഷന്മാർ എങ്ങനെയുള്ളവരായിരുന്നു എന്ന് ചോദിച്ചു. അവർ നിന്നെപ്പോലെ ഓരോരുത്തൻ രാജകുമാരന് തുല്യനായിരുന്നു എന്ന് അവർ ഉത്തരം പറഞ്ഞു. അതിനവൻ, അവർ എൻ്റെ സഹോദരന്മാർ, എൻ്റെ അമ്മയുടെ മക്കൾ തന്നെയായിരുന്നു. അവരെ നിങ്ങൾ ജീവനോടെ വെച്ചിരുന്നുവെങ്കിൽ യഹോവയാണ് ഞാൻ നിങ്ങളെ കൊല്ലുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവൻ തൻ്റെ ആദിജാതനായ ഏഥരിനോട്, എഴുന്നേറ്റ് അവരെ കൊല്ലുക എന്ന് പറഞ്ഞു. എന്നാൽ അവൻ ചെറുപ്പക്കാരനാകൊണ്ട് പേടിച്ച് വാൾ ഊരാൻ നിന്നു. അപ്പോൾ സേബഹും സൽമുന്നയും, നീ തന്നെ എഴുന്നേറ്റ് ഞങ്ങളെ വിട്ടുക, ആളെപ്പോലെയല്ലോ അവൻ്റെ ബലം എന്ന് പറഞ്ഞു. അങ്ങനെ ഗിദെയോൻ എഴുന്നേറ്റ് സേബഹിനെയും സൽമുന്നയെയും കൊന്നു. അവരുടെ ഒട്ടകങ്ങളുടെ കഴുത്തിലെ ചന്ദ്രക്കലകൾ എടുത്തു. അനന്തരം ഇസ്രായേല്യർ ഗിദെയോനോട്, നീ ഞങ്ങളെ മിദ്യാന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചിരിക്കൊണ്ട് ഞങ്ങൾക്ക് രാജാവായിരിക്കണം. അങ്ങനെ തന്നെ നിന്റെ മകനും മകൻ്റെ മകനും എന്ന് പറഞ്ഞു. ഗിദെയോൻ അവരോട്, ഞാൻ നിങ്ങൾക്ക് രാജാവാകിയില്ല, എൻ്റെ മകനും ആകിയില്ല, യഹോവയത്രേ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞു. പിന്നെ ഗിദെയോൻ അവരോട്, ഞാൻ നിങ്ങളോട് ഒന്ന് അപേക്ഷിക്കുന്നു, നിങ്ങൾ ഓരോരുത്തൻ കൊള്ളയിൽ കിട്ടിയ കടുക്കൻ എനിക്ക് തരണം എന്ന് പറഞ്ഞു. അവർ ഇശ്മേല്യർ ആയിരുന്നതുകൊണ്ട് അവർക്ക് പൊൻകടുക്കൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ സന്തോഷത്തോടെ തരാം എന്നവർ പറഞ്ഞു. ഒരു വസ്ത്രം വിരിച്ച് ഓരോരുത്തന് കൊള്ളയിൽ കിട്ടിയ കടുക്കൻ അതിലിട്ടു. അവൻ ചോദിച്ചു വാങ്ങിയ പൊൻകടുക്കൻ്റെ തൂക്കം 1700 ഷേക്കൽ ആയിരുന്നു. ഇതല്ലാതെ ചന്ദ്രക്കലകളും കുണ്ടലങ്ങളും മിദ്യാനി രാജാക്കന്മാർ ധരിച്ചിരുന്ന രക്താംബരങ്ങളും അവരുടെ ഒട്ടകങ്ങളുടെ കഴുത്തിലെ മാലകളും ഉണ്ടായിരുന്നു. ഗിദെയോൻ അതുകൊണ്ട് ഒരു ഏഫോദ് ഉണ്ടാക്കി തൻ്റെ പട്ടണമായ ഒഫ്രയിൽ പ്രതിഷ്ഠിച്ചു. ഇസ്രായേലെല്ലാം അവിടേക്ക് പരസംഗമായി അതിൻ്റെ അടുക്കൽ ചെന്നു. അത് ഗിദെയോനും അവൻ്റെ കുടുംബത്തിനും ഒരു കണിയായി തീർന്നു. എന്നാൽ മിദ്യാൻ തലപൊക്കാതെ വണ്ണം ഇസ്രായേൽ മക്കൾക്ക് കീഴടങ്ങിപ്പോയി. ഗിദെയോന്റെ കാലത്ത് ദേശത്തിന് 40 സംവത്സരം സ്വസ്ഥതയുണ്ടായി. യോവാശിന്റെ മകനായ യെരുബ്ബാൽ തന്റെ വീട്ടിൽ ചെന്ന് സുഖമായി പാർത്തു. ഗിദെയോന് വളരെ ഭാര്യമാരുണ്ടായിരുന്നതുകൊണ്ട് സ്വന്തം മക്കളായിട്ട് തന്നെ 70 പുത്രന്മാരുണ്ടായിരുന്നു. ഷേഖേമിലുള്ള അവന്റെ വെപ്പാട്ടിയും അവനൊരു മകനെ പ്രസവിച്ചു. അവൻ അബീമേലെക്ക് എന്നവൻ പേരിട്ടു. യോവാശിന്റെ മകനായ ഗിദെയോൻ നല്ല വാർദ്ധക്യത്തിൽ മരിച്ചു. അവനെ അബിയേസ്രിയർക്കുള്ള ഒഫ്രയിൽ അവൻ്റെ അപ്പനായ യോവാശിന്റെ കല്ലറയിൽ അടക്കം ചെയ്തു. ഗിദെയോൻ മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും പരസംഗമായി ബാൽ വിഗ്രഹങ്ങളുടെ അടുക്കൽ ചെന്ന് ബാൽ ബെരീത്തിനെ തങ്ങൾക്ക് ദേവനായി പ്രതിഷ്ഠിച്ചു. ഇസ്രായേൽ മക്കൾ ചുറ്റുമുള്ള സകല ശത്രുക്കളുടെയും കയ്യിൽ നിന്ന് തങ്ങളെ രക്ഷിച്ച തങ്ങളുടെ ദൈവമായ യഹോവയെ ഓർത്തില്ല. ഗിദെയോൻ എന്ന യെരുബ്ബാൽ ഇസ്രായേലിൽ ചെയ്ത എല്ലാ നന്മകൾക്കും തക്കവണ്ണം അവൻ്റെ കുടുംബത്തോട് ദയ ചെയ്തതുമില്ല.